ഇപ്പോൾ കേരള പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി പൂരത്തിൻ്റെ ആശംസകൾ എല്ലാം നേരുകയാണ്. പൂരനഗരിയിലേക്ക് സ്വാഗതം. അതെ, തീർച്ചയായും എല്ലാവർക്കും പൂരനഗരിയിലേക്ക് ഞങ്ങൾ സ്വാഗതവും പറയുന്നു. അപ്പം വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ കേരള വിഷനിലൂടെ നിങ്ങൾക്ക് ഈ പൂരത്തിൻ്റെ മുഴുവൻ വിശേഷങ്ങളും കാണാൻ കഴിയുമെന്നുള്ള ഉറപ്പുകൂടി ഞങ്ങൾ നിങ്ങൾക്ക് നൽകുകയാണ്. കാരണം അതിനുള്ള മുഴുവൻ സജ്ജീകരണങ്ങളോടുകൂടി തന്നെയാണ് നമ്മൾ ഇവിടെയുള്ളത്. ഈ പൂരത്തിൻ്റെ വിളംബരം മുതൽ ഇന്നലെ മുതൽ തന്നെ നമ്മൾ അതിനുള്ള ദൃശ്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്, പൂരത്തിൻ്റെ ആവേശം എത്തിക്കുന്നുണ്ട്. ഇന്ന് നടക്കാനിരിക്കുന്ന ഈ തെക്കോട്ടിറക്കം, ഒപ്പം തന്നെ നാളെ നടക്കാനിരിക്കുന്ന ഘടകപൂരങ്ങളുടെ വരവ്, ഒപ്പം കുടമാറ്റം, ഇലഞ്ഞിത്തറമേളം, അങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും, മടത്തിൽ വരവ്, അങ്ങനെ മുഴുവൻ കാര്യങ്ങളും അണുവിട തെറ്റാതെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ കേരള വിഷൻ സുസജ്ജമാണ് തൃശ്ശൂർ പൂരനഗരിയിൽ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. അപ്പോൾ എന്തായാലും പൂരത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടന്നാൽ ഇന്നിപ്പോൾ നടക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ തെക്കോട്ടിറക്കം തന്നെയാണ്. അതിനുള്ള അലങ്കാരപ്പണികൾ നമ്മൾ ആദ്യം കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ അതൊരു പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണെന്ന് നമുക്കൊരു പക്ഷേ പറയാൻ കഴിയും. ആ പൂക്കളെല്ലാം നിറച്ചുകൊണ്ട് തന്നെ ആ ഒരു കവാടത്തെ അലങ്കരിക്കുകയാണ്. ആ ഒരു പുഷ്പാലങ്കൃതമായിട്ടുള്ള കവാടത്തിലൂടെയാകും നെയ്തലക്കാവിൽ ഭഗവതിയുടെ തിടമ്പ് ഏറ്റിക്കൊണ്ട് എറണാകുളം ശിവകുമാർ നമ്മുടെ വായിൽ എപ്പോഴും ശിവസുന്ദറിന്റെ പേരാണ് വരിക. എറണാകുളം ശിവകുമാറാണ് ഇത്തവണ തിടമ്പേറ്റി ഇറങ്ങുക. അപ്പോൾ ആ കാഴ്ചയ്ക്ക് വേണ്ടി ആ കാഴ്ച ഏറ്റവും മനോഹരമാക്കുന്നതിനുള്ള ജോലികളാണ് അവിടെ എനിക്ക് പിന്നിലായി അത് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഏറ്റവും കഴിഞ്ഞ 10 വർഷമായി ചെയ്യുന്ന ചേട്ടൻ തന്നെയാണ് ഇത്തവണയും അത് ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ നടപടി എല്ലാം തന്നെ പുരോഗമിക്കുന്നു. ഒപ്പം ഇന്നിപ്പോൾ നടക്കാനിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പൂരവുമായി ബന്ധപ്പെട്ട ആനകളെന്ന് പറയുന്നത് പൂരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ആകർഷകമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ അത് ഏറ്റവും സുരക്ഷിതമായി തന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ഒരു നിഷ്കർഷ എന്തായാലും അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളാണ് ഇന്നിപ്പോൾ നടക്കാനിരിക്കുന്ന ആനകളുടെ ഫിറ്റ്നസ് പരിശോധന ഇന്ന് നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് രാവിലെ ഒരു 10 മണിയോടുകൂടിയൊക്കെ തന്നെ അതിൽ ഏറ്റവും ആശ്വാസകരം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ വിധിയായിരുന്നു. വനവകുപ്പിന്റെ ആ ഒരു ഇത് പിൻവലിച്ചതായിരുന്നു. കാരണം 2 വെരിഫിക്കേഷൻ വേണം. 80ഓളം RRT സംഘത്തിനെ കൊണ്ട് പിന്നെ 5 ജില്ലകളിൽ നിന്ന് വെറ്റിനറി സർജന്മാരൊക്കെ വന്നിട്ട് പരിശോധിക്കണം എന്നൊക്കെ പറയുന്നു. അതിനെ തുടർന്ന് ഒരുപാട് വിവാദങ്ങളുണ്ടായി. ഒരു പക്ഷേ ആനകളെ ഇറക്കില്ല എന്ന് പോലും ഉടമകൾ പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും അതൊക്കെ പിൻവലിച്ചിട്ടുണ്ട്. പൂരം അനുകൂലമായി മാറി ഏതാണ്ട് പരിസമാപ്തിയായിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഇപ്പോൾ ആനകളെല്ലാം അങ്ങനെ പരിശോധിക്കുന്നു, അതിന്റെ ഫിറ്റ്നസ് ഉറപ്പുവരുത്തുന്നു. അതിന് ശേഷമായിരിക്കും ആനകളെ പൂരത്തിനുള്ള എഴുന്നള്ളിപ്പുകളൊക്കെ തന്നെ നടക്കുക. അപ്പോൾ ആ നിലയ്ക്കുള്ള നടപടിക്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട അല്ലാതെ ഉള്ള ഒരുപാട് പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഏറ്റവും കൂട്ടായ്മയോടുകൂടി തന്നെ, ഒരു കൂട്ടുത്തരവാദിത്വത്തോടുകൂടി തന്നെ നടക്കുമ്പോഴാണ് പൂരം ഏറ്റവും ആസ്വാദികരമാകുന്നത്, നമുക്ക് ഏറ്റവും മനോഹരമായത് അനുഭവിക്കാനും ആസ്വദിക്കാനും കഴിയുന്നത് എന്നുള്ളതാണ്. ഈ തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന പോലെയാണ്. ഓരോ കാര്യങ്ങളും അത് മോളെ ഇങ്ങനെയാണ്, അത് അങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കില്ലേ, അതേപോലെയാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. അതിനൊരു ഐതിഹ്യമുണ്ട്. അത് എബിക്കറിയോ? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആറാട്ടുപുഴ പൂരത്തിന് ഇവിടുന്ന് ചെറുപൂരങ്ങൾ എത്താൻ വൈകി. അപ്പൊ അവിടെ ഭ്രഷ്ട് കൽപ്പിച്ചു. അപ്പൊ അവരൊക്കെ കൂടി ശക്തൻ തമ്പുരാന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്തു. അങ്ങനെയാണ് പുള്ളിക്കാരൻ നിങ്ങൾ അങ്ങോട്ടൊന്നും പോകണ്ട, നമുക്ക് ഇവിടെ തന്നെ വടക്കുന്നാഥന്റെ മണ്ണില് എല്ലാ 8ഓളം ഘടകക്ഷേത്രങ്ങളെ നിർത്തിക്കൊണ്ട് പൂരം കൊണ്ടാടി എന്നുള്ളതാണ് ഒരു ഐതിഹ്യം. ഏറ്റവും മനോഹരമായിട്ടുള്ളത് ഇപ്പം ലോകപ്രശസ്തമായിട്ടുള്ള തൃശ്ശൂർ പൂരം ഉണ്ടാകുന്നതും അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ചില ഒഴിവാക്കലുകൾ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ഉയർച്ചയിലേക്ക് വരാനുള്ള കാരണം. ഇത്തരത്തിലുള്ളൊരു അത്ഭുതം നമുക്ക് ലഭിക്കാനായിട്ടും അങ്ങനെയുള്ള ചില വേദനകൾ കാരണമായിട്ടുണ്ട്.
ആ സമയത്ത് വേദന അനുഭവിച്ച ആളുകൾ അവർ അനുഭവിച്ച വേദനയുടെ ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ സന്തോഷവും ഉത്സാഹവും ഒക്കെ എന്നുള്ളതാണ് അതിൻ്റെ ഒരു മറുവശം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകളുടെ വലിയൊരു വിരുന്ന്, കാഴ്ചയുടെയും ശബ്ദത്തിൻ്റെയും വർണ്ണങ്ങളുടെയൊക്കെ ഒരു വലിയ വിരുന്ന് തന്നെയാണ് തൃശ്ശൂർ പൂരം എന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള തർക്കവും അത് മാത്രമല്ല എബി, ഈ ഘടകപൂരങ്ങൾക്ക്, അതായത് ഈ പാർമേക്കാവും തിരുവമ്പാടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കണിമംഗലം ശാസ്താവ് എന്ന് പറയുന്നുണ്ട്, ആദ്യം വരുന്ന ആള്. അതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് ഈ കണിമംഗലം ശാസ്താവ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ദേവഗുരുവാണ്. അതായത് മറ്റുള്ള ഘടകക്ഷേത്രങ്ങളിലുള്ള ദേവന്മാരും ദേവിമാരൊക്കെ വരുമ്പോൾ വടക്കുനാഥനെ വണങ്ങുന്നു, പ്രദക്ഷിണം വെക്കുന്നു. പക്ഷെ ദേവഗുരുവിന് അതിന്റെ ആവശ്യമില്ല, നേരെ വരിക, സ്ഥാനത്ത് ഉറപ്പിക്കുക. ഇതുവഴിയാ വരുന്നത് തോന്നുന്നു. അതെ, ഈ വഴി. അതായത് നൈതലക്കാവിലെ അമ്മ തെക്കേ ഗോപുരനട തുറക്കുന്നത് ശാസ്താവിന് വരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരുപാട്